കൊട്ടിയൂർ പീഡന കേസുമായി ബന്ധപ്പെട്ട് മാനന്തവാടി രൂപതാ വക്താവ് സ്ഥാനത്ത് നിന്നും ഫാദർ തേരകത്തെ മാറ്റി. പ്രതികളായ കന്യാസ്ത്രീകളും ഡോക്ടർമാരും ഇപ്പോഴും ഒളിവിലാണ്. മാതാവിന്റെ പ്രായത്തിൽ സംശയമുണ്ടെങ്കിൽ അറിയിക്കേണ്ടത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ടെലിഫോണിൽ ചേരുകയാണ്. അനൂപ്, മറ്റു വിവരങ്ങൾ? കൊട്ടിയൂർ സംഭവത്തിൽ വയനാട് CWCയും അതുപോലെ തന്നെ വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രത്തെക്കുറിച്ചും വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ ആദ്യം എത്തിച്ച വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രം വയനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് ഈ കുട്ടിയെ എത്തിച്ച ഉടൻ തന്നെ CWCയെ അറിയിച്ചിരുന്നു. CWC ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം CWC ദത്തെടുക്കൽ കേന്ദ്രത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വിരുദ്ധമാണ് എന്ന തരത്തിലാണ്. അതായത് ഇക്കാര്യത്തിൽ CWCക്ക് മാത്രമാണ് വീഴ്ച പറ്റിയതും തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ലെന്നുമാണ് ഇവർ പറയുന്നത്. ഈ കുട്ടിയുടെ മാതാവിന്റെ പ്രായത്തെക്കുറിച്ചും മറ്റും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കേണ്ടതും പോലീസിനെ അറിയിക്കേണ്ടതും എല്ലാം CWCയുടെ ഉത്തരവാദിത്തമാണ്. തങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല. തങ്ങൾ കൃത്യമായി ഈ വിവരം CWCയെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ വൈത്തിരിയിലെ ദത്തെടുക്കൽ കേന്ദ്രം അവരുടെ ഒരു പ്രസ്താവനയിലൂടെ പറയുന്നത്. ഇതിനിടെ CWC ചെയർമാനും അതുപോലെ തന്നെ മാനന്തവാടി രൂപതയുടെ വക്താവുമായ തോമസ് തേരകത്തെ തൽസ്ഥാനത്ത് നീക്കിക്കൊണ്ട് ഇപ്പോൾ മാനന്തവാടി രൂപതാ മെത്രാൻ ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയതും CWC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സർക്കാർ തോമസ് തേരകത്തെ നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇക്കാരണത്താൽ അദ്ദേഹത്തെ രൂപതാ വക്താവ് എന്ന സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായും ഇപ്പോൾ മാനന്തവാടി രൂപതാ മെത്രാൻ അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയ്ക്കും രൂപത നേതൃത്വം നൽകിയിട്ടില്ല. കുറ്റകൃത്യം മൂടിവെക്കാൻ രൂപത ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല, ആരുമായും ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഇപ്പോൾ മാനന്തവാടി രൂപതാ മെത്രാൻ ഇറക്കിയ പ്രസ്താവനയിലുണ്ട്. ഏതായാലും തോമസ് തേരകത്തെ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റി എന്നതാണ് കൊട്ടിയൂർ സംഭവത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. കൊട്ടിയൂർ പീഡന കേസുമായി ബന്ധപ്പെട്ട് മാനന്തവാടി രൂപതാ വക്താവ് സ്ഥാനത്ത് നിന്നും ഫാദർ തേരകത്തെ മാറ്റി. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊട്ടിയൂർ പീഡന കേസിൽ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് VS അച്യുതാനന്ദൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സഭ സംഘടിതമായി കുറ്റകൃത്യം മറച്ചുവെക്കുകയും പ്രതികൾ ഓരോരുത്തരായി ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യം നേടുകയും ചെയ്താൽ അത് കേരള പോലീസിന്റെ നിഷ്ക്രിയത്വമായി ചിത്രീകരിക്കപ്പെടുമെന്നും VS അഭിപ്രായപ്പെട്ടു. അതിനാൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ഉൾപ്പെടെ കുറ്റകൃത്യം മറച്ചുവെക്കാനും ക്രിമിനലുകൾക്ക് ഒളിച്ചു താമസിക്കാനും സൗകര്യമൊരുക്കുന്ന എല്ലാവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും വേണമെന്ന് VS ആവശ്യപ്പെട്ടു. കൊട്ടിയൂർ പീഡന കേസിൽ വൈദികൻ മാപ്പ് അർഹിക്കുന്നില്ലെന്ന് AK ആന്റണി. വൈദികനിൽ നിന്നുണ്ടായത് ഏറ്റവും ഹീനമായ കൃത്യമാണെന്നും കൊടും കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെ വൈദികനെ കൈകാര്യം ചെയ്യണമെന്നും AK ആന്റണി പറഞ്ഞു. കൊട്ടിയൂർ കേസിലെ പ്രതി ഒരു വൈദികനാണെന്ന് പറയാൻ തന്നെ മോശമാണ്. ഒരിക്കലും മാപ്പർഹിക്കാത്ത ഏറ്റവും ഹീനമായിട്ടുള്ള നടന്നു. അതുകൊണ്ട് പണ്ടൊരു വൈദികനാണെന്നുള്ള പരിഗണനയൊന്നും ആലോചനാ വിഷയം പോലും ആകരുത്. ഒരു കടുത്ത ക്രിമിനലിനെ കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെ ഈ കേസ് കൈകാര്യം എൻ്റെ അഭിപ്രായം. കണ്ണൂർ നഗരത്തിൽ പുലി ഇറങ്ങി. പുലി 5 പേരെ ആക്രമിച്ചു. ആളുകൾ പരിഭ്രാന്തരാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ജോഷില ടെലിഫോൺ ചേരുന്നു. ജോഷില, നഗരത്തിൽ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു. പുലിയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? കോട്ടയിലാണ്, കണ്ണൂർ സിറ്റി കസാനക്കോട്ടയിലാണ് പുലി ഇറങ്ങിയിരിക്കുന്നത്. 3:30യോടെയാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. പശുവിനെ പിടിക്കാനായി പുലി ശ്രമിക്കുന്നത് കണ്ട വീട്ടമ്മ നിലവിളിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. ബഹളമായതോടെ പുലി വീടിനടുത്ത് ഒളിക്കുകയും നാട്ടുകാർ ബഹളം വെച്ചതോടെ അവിടെ നിന്നും ഓടുകയായിരുന്നു. ഇതിന്റെ പുലി 4 പേരെ ആക്രമിച്ചു. ഇപ്പോൾ അല്പസമയം മുൻപാണ് പുലി വീണ്ടും കുറ്റിക്കാട്ടിൽ നിന്നും ഇറങ്ങി ഓടാനുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ ഒരു ഫോറസ്റ്റ് ട്രെയിനി ആയിരിക്കുന്ന ഒരാളെ കൂടി ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 പേരെ പുലി ആക്രമിച്ചു. ഇവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്ഥലത്ത് SP അടക്കമുള്ള പോലീസ് സേനയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മയക്കുവെടി വെക്കാനുള്ള സംഘവും എത്തിയിട്ടുണ്ട്. പുലി പിടിയിലാകും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ജനനിബിഡമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആളുകളാകെ പരിഭ്രാന്തരായിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. സ്ഥലത്ത് റെയിൽപാളം അടക്കമുണ്ട്. സിറ്റിക്ക് അടുത്തുള്ള പള്ളിയിൽ നിന്നും, കോട്ടക്കൽ പള്ളിയിൽ നിന്നും
അപകട സാധ്യത വിളിച്ചറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ ജാഗ്രത പാലിക്കാനായി പോലീസ് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ ജനനിബിഡമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആകെ പരിഭ്രാന്തരായ അവസ്ഥയിലാണ് നാട്ടുകാരുള്ളത്. പുലി ഏത് നിമിഷവും ആക്രമിക്കാമെന്നുള്ളതിനാൽ തന്നെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ജനവാസ കേന്ദ്രമായതിനാൽ എന്ത് ചെയ്യാമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ജനങ്ങൾ നിലകൊള്ളുന്നത്. ജോഷില, രാത്രിയാവുന്നു, അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണോ തുടരുന്നത്? ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? തീർച്ചയായും ജോർജറ്റ്, മയക്കുവെടി വെച്ചുകൊണ്ട് പിടികൂടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. രാത്രിയാകുന്നതോടുകൂടി കൂടുതൽ സങ്കീർണമാകും പ്രശ്നം. പുലി ഇറങ്ങി വരാനുള്ള സാധ്യത, അതുപോലെ തന്നെ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് കണ്ടെത്താനുള്ള സാധ്യത കുറയുന്നു. ഇതൊക്കെ തന്നെ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ചെറിയ കുറ്റിക്കാടാണ്, അവിടെ തന്നെ പുലി ഏറെ നേരം നിൽക്കാനും സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. വീടുകളുണ്ട്, വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശം പോലീസുകാർ നൽകിയിട്ടുണ്ട്. എന്നാൽ പോലും ജനങ്ങൾ ആകെ തന്നെ പരിഭ്രാന്തരായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ പുലിയെ പിടികൂടാനാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉള്ളത്. കണ്ണൂർ കസാനക്കോട്ടയിൽ ജനവാസ കേന്ദ്രത്തിൽ പുലി ഇറങ്ങി. പുലിയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. നഗരത്തിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ലഭിച്ച ദൃശ്യങ്ങൾ കൂടി അടിസ്ഥാനമാക്കിയാണ് ചോദ്യം ചെയ്യൽ പുനരാരംഭിച്ചത്. ദൃശ്യങ്ങൾ മറ്റെവിടെയെങ്കിലും പകർത്തി സൂക്ഷിച്ചിട്ടുണ്ടോ എന്നും മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നും അറിയുന്നതിനായാണ് പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പ്രതിയുടെ അഭിഭാഷകനിൽ നിന്ന് ലഭിച്ച മെമ്മറി കാർഡിൽ നിന്നാണ് നടിയെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയത്. ദൃശ്യങ്ങളുടെ ഒന്നിലധികം പകർപ്പുകൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നും അറിയുന്നതിനാണ് പോലീസിന്റെ ശ്രമം. ദൃശ്യങ്ങൾ കണ്ടെടുക്കാനായത് അന്വേഷണത്തിൽ നിർണായക നേട്ടമായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ പ്രതി കൂടുതൽ പകർപ്പുകൾ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുമ്പോൾ സുനി ദൃശ്യങ്ങൾ കാണിച്ചതായി കൂട്ടുപ്രതി മണികണ്ഠൻ മൊഴി നൽകിയിരുന്നു. അമ്പലപ്പുഴയിലെ സുഹൃത്തായ മനുവിന്റെ വീട്ടിലെത്തിയപ്പോൾ സുനിൽകുമാർ മനുവിന്റെ സഹോദരിയോട് മെമ്മറി കാർഡ് ഫോണിൽ നിന്നെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഫോൺ അഭിഭാഷകന് കൈമാറിയതിനു ശേഷമാണ് രണ്ട് സംഭവങ്ങളും നടന്നത്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളുടെ കൂടുതൽ പകർപ്പുകൾ പ്രതി സൂക്ഷിച്ചിട്ടുണ്ടാവാമെന്ന നിഗമനത്തിലാണ് പോലീസ്. അവ കണ്ടെത്തുന്നതിനായി പൾസർ സുനിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ കൊട്ടേഷൻ നൽകിയവരുടെ കൈവശവും ദൃശ്യങ്ങൾ എത്തിയിട്ടുണ്ടാകും. ഗൂഢാലോചനയും കൊട്ടേഷനും സംബന്ധിച്ച് തെളിവുകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കൊട്ടേഷൻ ഇല്ലെന്ന മൊഴിയിൽ സുനിൽകുമാർ ഉറച്ചു നിൽക്കുകയുമാണ്. ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായി സുനിൽകുമാറിന്റെ 1 വർഷത്തെ ഫോൺ രേഖകൾ കൂടി പരിശോധിക്കുകയാണ്. അസ്വാഭാവികമായി എന്തെങ്കിലും സംഭാഷണങ്ങളോ സന്ദേശങ്ങളോ കണ്ടെത്തിയാൽ അവർ എത്ര പ്രമുഖരായാലും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ നടക്കുന്ന അവസാനവട്ട ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായാലേ ഇത് സംബന്ധിച്ച അന്തിമ നിഗമനത്തിൽ എത്താനാകൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്യാമ്പസ് രാഷ്ട്രീയം അനിവാര്യമാണെന്നും രാഷ്ട്രീയമില്ലാത്ത ക്യാമ്പസുകളിൽ ജാതിമത ശക്തികൾ പിടിമുറുക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ മഹാരാജകീയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ചലച്ചിത്ര താരം മമ്മൂട്ടി, ധനമന്ത്രി തോമസ് ഐസക്, വയലാർ രവി, MK സാനു തുടങ്ങിയ ഒട്ടേറെ പ്രമുഖരാണ് സംഗമത്തിനെത്തിയത്. തലമുറകളുടെ ഒത്തുചേരലിന് വേദിയാവുകയായിരുന്നു ക്യാമ്പസ്. ക്യാമ്പസ് രാഷ്ട്രീയം അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതില്ലാത്ത ക്യാമ്പസുകളിൽ അരാഷ്ട്രീയവും ജാതിമത വർഗീയ ശക്തികളും ക്രിമിനലുകളും പിടികൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ തന്നെ നാട്ടിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാരാജാസിനെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ അഭിമാന സ്തംഭമായി മഹാരാജാസിനെ നിലനിർത്താനുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മഹാരാജാസിലെ പഠനകാല ഓർമ്മകൾ പങ്കുവച്ചായിരുന്നു മമ്മൂട്ടിയുടെ പ്രസംഗം. എന്റെ വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് തന്ന പ്രോത്സാഹനം എന്റെ കൂട്ടുകാർ നാണം കൂടിയും പൊതുവെ ഒരു അന്തർമുഖമായി എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു ഒരുപാട് ആളുകളുണ്ട്. എന്നെ കാണിക്കുന്ന ഗോഷ്ഠികളിൽ നിന്ന് കൈയടിച്ചവർ എന്റെ ആത്മധൈര്യം. വലിയ ആഘോഷാരവങ്ങളോടെയാണ് മഹാരാജാസിന്റെ കാമ്പസിൽ പല തലമുറകൾ ഒത്തുചേർന്നത്. മഹാരാജാസിൽ പഠിച്ച് സമൂഹത്തിന്റെ ഉന്നത ശ്രേണികളിലേക്ക് നടന്നു കയറിയവർ പഴയ കലാലയമുറ്റത്തെത്തിയപ്പോൾ പഴയ കളിക്കൂട്ടുകാരായി. പലർക്കും പ്രായം ശരീരത്തെ തളർത്തിയെങ്കിലും ഓർമ്മകൾക്കിപ്പോഴും ചെറുപ്പം. ധനമന്ത്രി തോമസ് ഐസക്, മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി, MK സാനു, വൈക്കം വിശ്വൻ, മുൻ MP P രാജീവ്, PT തോമസ്, ഹൈബി ഈഡൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സംഗമത്തിനെത്തി. ഔഷധി ചെയർമാൻ ഡോക്ടർ KR വിശ്വംഭരൻ, ജസ്റ്റിസ് PS ഗോപിനാഥൻ തുടങ്ങിയവർ സംഘാടകരായി. 4 വർഷത്തിലൊരിക്കലാണ് മഹാരാജകീയം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മഹാരാജാസിൽ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് കലാഭവൻ മണിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില സൗഹൃദങ്ങളും കൂട്ടുകെട്ടുകളും ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി തൃശ്ശൂരിൽ സംഘടിപ്പിച്ച കലാഭവൻ മണി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം, പകരം വെക്കാനില്ലാത്ത ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം എന്നതാണ്. ഇങ്ങനെയൊരു കലാകാരനെ നമുക്ക് കാണാൻ കഴിയും? വേറെ ഏതെങ്കിലും ഒരു കലാകാരനെ ഈ തരത്തിൽ കാണാൻ കഴിയും? പ്രശസ്തി കൂടുന്തോറും നാട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എത്രത്തോളം അകന്നു നിൽക്കാമെന്ന കാര്യത്തിൽ ഗവേഷണം തന്നെ നടത്താൻ തയ്യാറാകുന്ന കലാകാരന്മാരുണ്ട്. അകന്നു നിൽക്കുന്നതാണ് തൻ്റെ താരപരിവേഷത്തിന് മാറ്റുകൂട്ടുക എന്ന് ചിന്തിച്ച് ഏതാണ്ട് ദന്തഗോപുരവാസികളായി കഴിയുന്ന ഒട്ടേറെ കലാകാരന്മാരുണ്ട്. അവരിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തനായിരുന്നോ മണി എന്നത് നാം ഓർമ്മിക്കേണ്ട കാര്യമാണ്. ജനിച്ച മണ്ണിനോടും ജീവിച്ച സമൂഹത്തോടുമുള്ള ഈ കൂറാണ് കലാഭവൻ മണിയെ നല്ല നാടൻ പാട്ടുകാരനാക്കിയത്. ആ പാട്ടിൽ നിറഞ്ഞു നിന്നത് അടിയാട ജീവിതത്തിൻ്റെ പൊള്ളിക്കുന്ന അനുഭവങ്ങളായിരുന്നു. സാഹിത്യത്തിൻ്റെ ഒരു സമാന്തരധാരയായി ആ നാടൻ പാട്ട് സംസ്കാരം മാറി. അഭിനയം എന്നത് താൻ ജീവിതത്തിൽ എന്താണോ എങ്ങനെയാണോ അതിനെയൊക്കെ കുടഞ്ഞു കളഞ്ഞ് മറ്റൊരാളാകലാണ്. ഇത് എത്ര കാര്യമായി മണി നിർവഹിച്ചു എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ദിൽജിത്ത് കൂടി ടെലിഫോണിൽ ചേരുന്നു. ദിൽജിത്ത്, മണി അനുസ്മരണം ചാലക്കുടിക്കാർ എത്രത്തോളം ഏറ്റെടുത്തു? ഒപ്പം തന്നെ മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് അനുസ്മരിച്ചത്? ജോർജറ്റ്, കലാഭവൻ മണി വിട പറഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ജന്മനാടായ ചാലക്കുടി നഗരസഭയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ആയിരക്കണക്കിന് ആരാധകരാണ് എത്തിച്ചേർന്നത്. ഏവരെയും ആവേശത്തിനടുത്തിയ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തെന്നിന്ത്യൻ കലാരംഗത്ത് ബഹുമുഖ പ്രതിഭയായി തിളങ്ങിയ കലാഭവൻ മണിയുടെ വേർപാട് തീരാ നഷ്ടമാണ് സിനിമാ മേഖലയ്ക്കും നാടൻപാട്ട് കലയ്ക്കും വരുത്തിവെച്ചത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. താരമായാൽ ജന്മനാടിനെ മറന്ന് ദന്തഗോപുരവാസികളായി മാറുന്ന താരങ്ങളെയാണ് ഇപ്പോൾ നമുക്ക് കലാരംഗങ്ങളിൽ കാണാൻ സാധിക്കുന്നതെന്നും മണി ഇവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം ഉയർച്ചയിലും താൻ കടന്നു വന്ന വഴികൾ മറക്കാതെ തന്റെ ജന്മനാടിനൊപ്പവും സാധാരണക്കാർക്കൊപ്പവും നിലനിൽക്കാനും തന്റെ ഭൂതകാലത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് സന്ദേശം പകരാനും തനിക്ക് തന്നെ അവ ഏതൊക്കെ രീതിയിൽ ഓർത്തെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ഓർത്തിരുന്നു. അതോടൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം എക്കാലവും നിലകൊണ്ടിരുന്ന മണി സാധാരണക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചിരുന്നു. മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയായിരുന്നു കലാഭവൻ മണി എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. അതോടൊപ്പം വരേണ്യപക്ഷത്തേക്ക് ചായാതെ അടിസ്ഥാന വർഗത്തിനൊപ്പം എന്നും കലാകാരനായി നിന്ന മണിക്ക് എല്ലാ കാലത്തും ജനപിന്തുണ ഉണ്ടായിരുന്നു. മണിക്ക് പുരസ്കാരങ്ങൾ മണിയെ തിരസ്കരിച്ചപ്പോഴും ജനമനസ്സുകളിൽ കലാഭവൻ മണിക്ക് വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് എക്കാലവും. ദിൽജിത്ത്, എത്രത്തോളം വിപുലമായ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്? വരും ദിവസങ്ങളിലും അനുസ്മരണ പരിപാടികൾ തുടരുകയല്ലേ? തീർച്ചയായും ഇന്ന് തുടങ്ങിയ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി നാളെ സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയും നാളെ സംഘടിപ്പിക്കുന്നുണ്ട്. സിനിമാ സംഘടനയായ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹിത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ മണി അനുസ്മരണ പരിപാടി വിവരങ്ങൾ പങ്കുവച്ചത് ദിൽജിത്ത്. തിരിച്ചെത്താം ഇടവേള. ശർക്കര പെരുമയ്ക്ക് പേരുകേട്ട ഇടുക്കി, മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കടുത്ത വരൾച്ചാ ഭീഷണി നേരിടുകയാണ്. വേനൽ കനത്തതോടെ കൃഷി ഇറക്കിയ ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പുകളാണ് കരിഞ്ഞുണങ്ങുന്നത്. കരിമ്പോലകൾ കരിഞ്ഞ് കൃഷി നശിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കില്ല എന്നതും കർഷകരെ ആശങ്കപ്പെടുത്തുന്നു. കടുത്ത വരൾച്ചയെ തുടർന്ന് കരിമ്പ് കൃഷി ആരംഭത്തിൽ തന്നെ കരിഞ്ഞുണങ്ങുന്നതാണ് കർഷകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നത്.
ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിലെ പയസ് നഗർ, കരശനാട്, കട്ടിയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കടുത്ത ജലക്ഷാമത്തെ തുടർന്ന് കരിമ്പ് കരിഞ്ഞുണങ്ങി തുടങ്ങിയത്. ഇത്തരത്തിൽ പ്രദേശത്തെ 500 ഹെക്ടറിലധികം കൃഷിയാണ് നാശത്തിന്റെ വക്കിലുള്ളത്. കരിമ്പിന്റെ ഓലകൾ കരിഞ്ഞുണങ്ങി കൃഷിനാശം സംഭവിച്ചാൽ കർഷകന് നഷ്ടപരിഹാരം ലഭിക്കില്ല എന്നതാണ് കൃഷിക്കാരുടെ ആശങ്കയ്ക്ക് കാരണം. നാളിതുവരെ അനുഭവപ്പെടാത്ത വരൾച്ചയാണ് തങ്ങൾ നേരിടുന്നതെന്ന് കർഷകരും പറയുന്നു. ഈ വരൾച്ച എന്ന് പറയുന്ന കർഷകർക്ക് വളരെ ഒരു തിരിച്ചടിയാണ്. കാര്യം കൃഷികളെല്ലാം നശിച്ചുപോയി. പച്ചക്കറിയില്ല, കരിമ്പില്ല, ഒന്നുമില്ല. തെങ്ങ് വരെ എല്ലാം ഉണങ്ങുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശർക്കരയായ മറയൂർ ശർക്കരയുടെ ഉൽപാദനം ഇതിനോടകം തന്നെ കുറഞ്ഞിട്ടുണ്ട്. വേനലിൽ കൃഷിനാശം കൂടി കനത്തതായാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് പട്ടിണിയിലാകുക. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ ജലസേചന പദ്ധതികൾ കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നില്ലെന്നും ഈ പ്രദേശത്തെ കാഴ്ചകളിൽ നിന്നും വ്യക്തമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.